Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon, ma'am. afternoon, ma'am. Okay, class start ചെയ്യാം. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയൊരു ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരെ ചാപ്റ്റർ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. നമ്മൾ വാർഡ് എന്നുള്ള ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. പുതിയ ചാപ്റ്റർ ആണ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്താണ് ICU അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ICU എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇല്ലേ? ആരെങ്കിലും ഉണ്ടോ ICU എന്ന് കേൾക്കാത്തവരായിട്ട്? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത് അല്ലെ? നോർമൽ ആയിട്ട് ICUല് എല്ലാ പേഷ്യൻസിനെയും ICUല് അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? ആണോ? അങ്ങനെയാണോ? എല്ലാ പേഷ്യൻസും ഇപ്പൊ ഒരു ചെറിയൊരു പനിയോ ചുമയായിട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ICUലേക്കാണോ അഡ്മിറ്റ് ചെയ്യുന്നത്? അല്ല. പിന്നെ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUല് അഡ്മിറ്റ് ചെയ്യുക? ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നിങ്ങളുടെ അറിവില്ല ക്രിട്ടിക്കൽ ആയിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് നമ്മള് ICUല് നമ്മള് രോഗികളെ പ്രവേശിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ICUല് പ്രവേശിപ്പിക്കുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ? എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ICUലോട്ട് നമ്മൾ പെട്ടെന്ന് പേഷ്യന്റിനെ ICUലോട്ട് മാറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അല്ലെങ്കിൽ നോർമല് നമുക്ക് സാധാ കാഷ്വാലിറ്റിയിലുള്ള ട്രീറ്റ്മെന്റ്സ് പോലെ മോണിറ്ററിങ് കിട്ടും, റിക്കവർ ആക്കാനാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ ICUല്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അല്ലാതെ നമുക്കിപ്പോ കാഷ്വാലിറ്റിയിലാണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാലോ. എമർജൻസി ആയതുകൊണ്ട് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാനാണ് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഏകദേശം ICU എന്താണെന്നൊക്കെ കുറച്ച് ധാരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ബാക്കി നമുക്ക് ICUനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹോസ്പിറ്റൽ ICU എന്നുള്ളൊരു യൂണിറ്റും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. A unit in a hospital that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. അല്ലെ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. അവിടെ ഇനി ICUയിൽ പ്രവേശിപ്പിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസുകള് ഓർ ഇഞ്ചറി ഒക്കെ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പൊ ആക്സിഡന്റ് കേസുകളും അങ്ങനെയുള്ള മറ്റ് ഇഞ്ചറീസ് സംഭവിച്ച പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ICUല് കെയർ ചെയ്യുന്നത്. which is operated by ഇനി ICU എന്നുള്ള ആ ഒരു യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മെഡിക്കൽ ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് നിങ്ങൾ പറഞ്ഞു എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവുന്നത്. സോ ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ എന്താണ് അവിടെ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിംഗ് ചെയ്യുന്ന ലൈഫ് സപ്പോർട്ട്, അതായത് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്ന മെഷീൻസുകൾ, എക്യുപ്മെന്റ്സ്, പേഷ്യന്റിന് ആ ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന ഒത്തിരി അനവധിയായിട്ടുള്ള മെഷീൻസ് ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ കണ്ടോ? ഒരു ICUവിന്റെ പിക്ചറാണ്. ICUവിന്റെ ഉള്ളില് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും കസിൻസ് ആരെങ്കിലും അഡ്മിറ്റ് ആയിക്കോളെ കയറിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ആരെങ്കിലും ICUവിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരുമില്ല. നേരിട്ട് കണ്ടതായിട്ട് ICUവിന്റെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ,
അപ്പോ ICU കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ നോർമൽ ഒരു കാഷ്വാലിറ്റിയിൽ ഉള്ളത് പോലെയാണോ ICUന്റെ അകം എന്ന് പറയുന്നത്? ICU റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു കാഷ്വാലിറ്റിയിലെ പോലെയാണോ? അല്ല, ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, വളരെയധികം ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് അല്ലെ, മോണിറ്റർ ചെയ്യുന്ന, അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം, മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും പേഷ്യന്റിന് നമ്മള് നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ മോണിറ്ററിംഗ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ഈ ഒരു എന്താ പറയാ ICU എന്നുള്ള ഒരു യൂണിറ്റിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഫസ്റ്റത്തെ ലൈനിലെ, അതായത് ഞാൻ വായിക്കാം, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. A unit in a hospital that provides intensive care for critically ill or injured patients. അണ്ടർലൈൻ ചെയ്യാം, പേഷ്യൻസ് വരെ, അതായത് ICU എന്താണെന്നുള്ളതാണ് കേട്ടോ അത്. ICU എന്ന് പറയുന്നത് A unit in a hospital that provides intensive care for critically ill or injured patients. ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരെയും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. അവിടെ മെഡിക്കൽ ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകും, എക്യുപ്മെന്റ്സ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ്. Patients may be referred either directly from. ഇനി ഒരു പേഷ്യന്റിന് ഏതൊക്കെ രീതിയിലാണ് ICUയിലോട്ട് പ്രവേശിപ്പിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് ആലോചിച്ച് നോക്കി. ഒരു പേഷ്യന്റിന് നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ICUയിലോട്ട് അല്ലെങ്കിൽ ICUയിലോട്ട് അഡ്മിറ്റ് ആക്കുന്നത്? നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുണ്ടേ, patient may be referred either directly from an emergency department, അല്ലെ, ഡയറക്റ്റ് ആയിട്ട് എമർജൻസി ആയിട്ട്, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ആക്സിഡന്റ് കേസുകൾ തന്നെയാണ്. അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോ എന്താണ്, നല്ല രീതിയിൽ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും സംഭവിച്ചിരുന്നത്. സോ ആ ഡയറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ പേഷ്യന്റിനെ നേരെ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ടല്ല എടുക്കുന്നത്, നേരെ തന്നെ ICUയിലോട്ടാണ് പേഷ്യന്റിനെ മാറ്റുന്നത്. ഡയറക്ട്ലി ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇനി രണ്ടാമതായിട്ട് പറയണമെങ്കിൽ ഓർ ഫ്രം എ വാർഡ് ഇഫ് ദയർ കണ്ടീഷൻ റാപ്പിഡ്ലി, അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് വാർഡിൽ ഓൾറെഡി അവിടെ അഡ്മിറ്റ് ചെയ്തേക്കാണ്. സോ പെട്ടെന്ന് ആൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, കണ്ടീഷൻ മോശമായ ആളുടെ, ചിലപ്പോൾ എന്തെങ്കിലും ശ്വാസതടസ്സം വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് കണ്ടീഷൻ മോശമാകുന്ന ഒരു ടൈം ആകുമ്പോൾ ആ ഒരു സാഹചര്യത്തിലും പേഷ്യന്റിനെ ചിലപ്പോൾ വാർഡിൽ നിന്നും നമ്മൾ പെട്ടെന്ന് തന്നെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് രണ്ടാമത്തെ കേസ്. Then or immediately after surgery, if the surgery is very invasive and the patient at a high risk of complications. ഇനി പേഷ്യന്റിന് ചിലപ്പോൾ ഒരു സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസിന് ചിലപ്പോൾ സർജറിയുടെ ആ ഒരു ടൈമില്ല എന്തെങ്കിലും ഒരു വളരെ ഇൻവാസീവ് എന്ന് വെച്ചാൽ എന്താണ്, സർജറി സമയത്ത് പെട്ടെന്ന് ആക്രമണ മീൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. ചിലപ്പോ എന്താണ് BP ഒക്കെ കുറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഇതുപോലെ ശ്വാസ തടസ്സം വരാം. അങ്ങനെ സർജറിയുടെ ടൈമിൽ ആ പേഷ്യൻസിന് കണ്ടീഷൻസ് മോശമാകുന്ന ഒരു ടൈമിലും കോംപ്ലിക്കേഷൻസ് റിസ്ക് ഉള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴും നമ്മൾ പേഷ്യൻസിനെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ICUയിലോട്ട് പേഷ്യൻസിനെ നമ്മൾ മാറ്റുന്ന അല്ലെങ്കിൽ പേഷ്യൻസിനെ റെഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞത് ഡയറക്റ്റ്ലി ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, അതായത് ഇപ്പൊ ആക്സിഡന്റ് കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ അവിടുന്ന് തന്നെ കറക്റ്റ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വാർഡിൽ കിടക്കുന്ന, ഓൾറെഡി അവിടെ വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, സോ ആ പേഷ്യന്റിന് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടാവുകയാണ്, കണ്ടീഷൻ മോശമാവണം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേഷ്യന്റിനെ ആ വാർഡിൽ നിന്നും നേരെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞത് സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യന്റ്, ചിലപ്പോൾ സർജറിയുടെ ടൈമിലാകാം, അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ വളരെ ഇൻവാസീവായിട്ട്, അതായത് ഒരു ആക്രമണ മീൻസ് ഒരു ശ്വാസം തടസ്സമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിലും നമ്മൾ പേഷ്യന്റിനെ ICUയിലോട്ട് റെഫർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ എന്താണ് ICU, അല്ലെങ്കിൽ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUയിലോട്ട് പ്രവേശിപ്പിക്കുന്നത്, ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ICUയിൽ നമ്മൾ പേഷ്യന്റിനെ പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അത് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കുക കേട്ടോ, വായിച്ച് മനസ്സിലാക്കി വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഫസ്റ്റത്തെ ലൈൻ അണ്ടർലൈൻ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. A unit in a hospital that provide intensive care for critically ill or injured patients. അതായത് ആ യൂണിറ്റ് എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലെ. ICU എന്നുള്ളത് ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, എന്താണ് ICU എന്നുള്ളതാണ് കേട്ടോ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ല, അതൊരു ക്വസ്റ്റ്യൻ പോലെയാണ്. അയച്ചു എല്ലാവരും ഇൻട്രൊഡക്ഷൻ. Then next one നോക്കാം. Who are cared for in the ICU? ഏതെല്ലാം പേഷ്യൻസിനെ അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ചെറിയൊരു പനിയോ ചുമയായിട്ട് വരുന്ന ആളുകൾ നമ്മൾ ഒരിക്കലും ICUലോട്ട് പ്രവേശിപ്പിക്കില്ല അല്ലേ, ICUലേക്ക് നമ്മൾ റെഫർ ചെയ്യാറില്ല. സോ ഏതെല്ലാം തരത്തിലുള്ള അല്ലെങ്കിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പേഷ്യൻസിനെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്? Patients may have a planned admission after surgery. അല്ലെ, നിങ്ങൾ പറഞ്ഞു അതായത് ഇപ്പോ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ ആണെങ്കിൽ ഓൾറെഡി നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പോ ഒരു വലിയ മേജർ സർജറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു എന്താണ് ഒരു 24 hours അല്ലെങ്കിൽ ഒരു ദിവസം ICUവിലായിരിക്കും നേരെ നമ്മൾ റെഫർ ചെയ്തത്. കാരണം മേജർ സർജറി ഒക്കെ ആകുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്തെങ്കിലും മേബി സർജറിക്ക് ശേഷം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി നമ്മൾ എന്താണ് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ അഡ്മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ നമ്മൾ ICUവിലായിരിക്കും റെഫർ ചെയ്യുന്നത്. Then an unexpected admission after an accident or be admitted due to sudden and critical worsening of their health. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അഡ്മിഷൻസും വരാം. അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആക്സിഡന്റ് കേസുകൾ വന്നേക്കാം. അത് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരെ ICUലോട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് or be admitted due to sudden and critical worsening of their health. നമ്മൾ പറഞ്ഞില്ലേ വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, worsening എന്ന് വെച്ചാൽ വഷളാവുക. ഒരു വാർഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു റൂമിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ പെട്ടെന്ന് ആളുടെ കണ്ടീഷൻ മോശമാകുമ്പോൾ നമ്മൾ ആ ഒരു സന്ദർഭത്തിലും എന്ത് ചെയ്യുന്നു, ICUവിലോട്ട് നേരെ പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നു. Then some hospital ICU specialize in providing care for particular health conditions or injuries that include. അപ്പോൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ചില ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ മിക്ക ഹോസ്പിറ്റലുകളിലാണെങ്കിലും നമ്മൾ ICUവിൽ കെയർ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് താഴെ പറയുന്നത്. അതായത് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ICUവിൽ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത്. താഴെ നമുക്ക് വായിക്കാത്ത പോയിന്റ്സുകളാണ്. ഏതെല്ലാം സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ICUവിൽ കെയർ കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ, സെർവർ ബേൺസ്. എന്താ സെർവർ ബേൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേൺസ് മലയാളത്തിൽ എന്താ പറയാ? ബേൺസ് പൊള്ളലേൽക്കുക അല്ലെ, പൊള്ളല്. സെർവർ ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായ പൊള്ളല്. അതായത് ഇപ്പൊ നമ്മൾ പറയും ഒരു 80% അല്ലെങ്കിൽ ഒരു 70% പൊള്ളലേറ്റു നമ്മൾ പറയാറുണ്ട് അല്ലെ. അത്രയും മാരകമായിട്ടുള്ള കഠിനമായിട്ടുള്ള പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിന് നമ്മൾ ഫസ്റ്റ്ലി ഡയറക്ട്ലി നേരെ ICUവിലോട്ടായിരിക്കും റെഫർ ചെയ്യുന്നത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയില്ലാത്ത വേർഡ്സ് ആണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചിട്ട് പോണം കേട്ടോ. ഓക്കെ, സെർവർ ബേൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായ പൊള്ളല്. അറിയില്ല എല്ലാവരോടും എഴുതാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയില്ലാത്തതാണെങ്കിൽ സൈഡിലൊന്ന് നിങ്ങൾ മലയാളത്തിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ അത് വായിക്കുമ്പോ ഡൗട്ട് വരില്ല അവിടെ. ഓക്കെ, ഞാൻ രണ്ടാമതായിട്ട് പറയുന്നത് റെസിപ്പിറേറ്ററി ഫെയിലിയർ. എന്താ റെസിപ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാല് ശ്വാസ തടസ്സമുള്ള പേഷ്യൻസ്. അതായത് ഇതുപോലെ പെട്ടെന്ന് ഒരു കണ്ടീഷൻ മോശമാവുന്നു, ശ്വാസം ഒട്ടെടുക്കാതെ ബുദ്ധിമുട്ടുകളൊക്കെ വരിക, റെസിപ്പിറേറ്ററി ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്ന പേഷ്യൻസുകൾ. മൂന്നാമതായിട്ട് പറയുന്നത് കാർഡിയോ തൊറാസിക് സർജറി. കേട്ടിട്ടുണ്ടോ? കാർഡിയോ തൊറാസിക് സർജറി. കാർഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കാർഡിയോ വിഭാഗം. ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത്? കാർഡിയോളജി. യെസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസുകളാണ് ഈ കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുന്നത്. കാർഡിയോ തൊറാസിക് സർജറിക്ക് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും?
ഏതാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് സർജറി പറയാൻ പറ്റുന്നത്? ബൈപ്പാസ് സർജറി പറയാം. അതുപോലെ തന്നെ വാൽവ് മാറ്റൽ ശസ്ത്രക്രിയ അല്ലെ? ബൈപ്പാസ് ആണ് ഏറ്റവും കാർഡിയോതൊറാസിക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ വേണമെങ്കിൽ. ബൈപ്പാസ് സർജറി കാർഡിയോതൊറാസിക്കിന്റെ അവിടെ പ്രാക്ടിക്കല ബൈപ്പാസ് സർജറി എന്ന് എഴുതാം. ഇനി ഹാർട്ടെന്ന് കാർഡിയോ ഹാർട്ടാണ്, അത് അറിയില്ലാത്തവരാണെങ്കിൽ ഹാർട്ടെന്ന് കൂടി സൈഡിലൊന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ. അടുത്തത് കോംപ്ലക്സ് സ്പൈനൽ സർജറി. കോംപ്ലക്സ് ആയിട്ടുള്ള സ്പൈനൽ സർജറീസ്. എന്താ സ്പൈനൽ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡ് കേട്ടിട്ടുണ്ടോ? സ്പൈനൽ നട്ടെല്ലിന് ക്ഷതമേൽക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പോ മുകളിൽ നിന്നൊക്കെ വീഴുക, അല്ലെങ്കിൽ നട്ടൽ ഒടുങ്ങി പോവുക, മീൻസ് ചെറിയ പരിക്കുകളൊന്നും അല്ലാട്ടോ പറയുന്നത്. നട്ടലിന് വലിയ രീതിയിലുള്ള ക്ഷതമേൽക്കുന്ന ശാരീരിക ക്ഷതങ്ങളും അങ്ങനെയുള്ള നട്ടലിനുള്ള പരിക്കുകൾ. മേജർ ട്രോമ. എന്താ ട്രോമ? മേജർ ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ. ഷോക്കുള്ള ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വലിയ വലിയ വീഴ്ചകൾ, അതായത് ഇതുപോലെ നമ്മൾ ഇപ്പൊ നിലയുടെ മുകളിൽ നിന്ന് വീഴുക, അങ്ങനെയുള്ള വീഴ്ചകളും ആഘാതങ്ങളും. ഇപ്പൊ കുത്തേൽക്കുക, അതായത് ഇപ്പൊ മാരകമായിട്ടുള്ളതാണ് കേട്ടോ, വളരെ ആഘാതമായിട്ടുള്ളതാണ്. വീഴ്ചകള്, പരിക്കുകള്, പിന്നെന്താണ് ശാരീരിക ക്ഷതങ്ങൾ സംഭവിക്കുക, പരിക്കുകള്, കുത്തേൽക്കുക, അങ്ങനെയുള്ള കേസുകളൊക്കെ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് അല്ലെ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് അവയവ ദാനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ പേഷ്യന്റിനെ ഐസിയുലായിരിക്കും. അതുപോലെ സെപ്സിസ്. സെപ്സിസ് എന്ന് വെച്ചാൽ എന്താ? സെപ്സിസ് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ എന്താ പറയാ സെപ്സിസ്? ഇൻഫെക്ഷൻസ്, അണുബാധ. ഇപ്പോ ബ്ലഡിലാണെങ്കിലും ബ്ലഡിലൊക്കെ ഉണ്ടാകുന്ന അണുബാധയൊക്കെ വരും. ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുന്ന ചാൻസ് അത്രയും ക്രിട്ടിക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ പേഷ്യൻസിനെ എന്ത് ചെയ്യും? ഐസിയുലായിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ കാർഡിയാക് അറസ്റ്റ്. എന്താ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാല്? ഹാർട്ട് അറ്റാക്ക് അല്ലെ? പെട്ടെന്ന് ഒരു വ്യക്തിക്ക് നെഞ്ചുവേദനയൊക്കെ ആയി ഹാർട്ട് അറ്റാക്ക് ഒക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഐസിയുലായിരിക്കും റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് ഏതെല്ലാം കണ്ടീഷൻസിലാണ് ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ഐസിയു, ആരെല്ലാമാണ് നമ്മൾ ഐസിയുയിൽ പ്രവേശിപ്പിക്കുന്നത്? സെർവർ ബോൺസ് ഉള്ള പേഷ്യൻസിനെ, റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടുള്ളവര്, കാർഡിയോ തൊറാസിക് സർജറി ചെയ്യുമ്പോൾ, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ, സെപ്സിസ് ആയിട്ടുള്ളവര്, അതുപോലെ കാർഡിയാക് അറസ്റ്റ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പേഷ്യന്റിനെ ഐസിയുയിൽ റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ ആ ഭാഗം? ഇത്രേ ഉള്ളൂ. ആരെയൊക്കെയാണ് നമ്മൾ ഐസിയുയിൽ പ്രത്യേകമായിട്ട് കെയർ കൊടുക്കുന്നതെന്ന് ആ പോയിന്റ്സുകൾ പഠിക്കണം കേട്ടോ. ഏതെല്ലാം സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നത്. സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പോയിന്റ്സുകൾ ഒന്ന് പഠിച്ചു വെക്കണം. നോട്ട് ചെയ്ത് വെച്ചോ? സൈഡില് പോയിന്റ്സുകൾ പഠിക്കാനുണ്ട്. ഇനി ഒന്ന് വായിച്ചു നോക്കി. ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ഐസിയു. സെപ്സിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ്, അണുബാധ, ബ്ലഡിലും മറ്റും വരുന്ന ഇൻഫെക്ഷൻസ്. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ, നിങ്ങൾ മറന്നു നോക്കില്ല കേട്ടോ. സൈഡിലൊന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. അണുബാധ, ബ്ലഡിലൊക്കെ ഉണ്ടാവുന്ന അണുബാധ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം.
കോമൺ ടൈപ്സ് ഓഫ് ICU അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ ഡിഫറെന്റ് കോമൺ പല ടൈപ്സ് ICUs ഉണ്ട്. ജനറൽ ICU ഉണ്ട്, അല്ലാതെ ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICUകൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലുകളിൽ കാണാൻ സാധിക്കും. അത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ICUകൾ ഉണ്ടാകും. ഇല്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങള്? സെപ്പറേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓരോ വിഭാഗത്തിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICUകൾ ഇന്ന് ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാർഡിയാക്ക് ആണെങ്കിൽ കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ആ ഒരു ICUയിൽ വരുന്നത്. ന്യൂറോ ICU ആണെങ്കിലും ന്യൂറോ സംബന്ധമായിട്ടുള്ള കേസുകളായിരിക്കും ആ ഒരു ICUയിൽ വരുന്നത്. അത് കോമൺ ആയിട്ടുള്ളതായിട്ടല്ല, മറിച്ച് ഓരോ വിഭാഗത്തിനുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ICUകൾ ഇന്ന് ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ജനറൽ ആയിട്ട് കോമൺ ടൈപ്പ് ഓഫ് ICUs ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിക്ക ഹോസ്പിറ്റലുകളിലും ഇന്ന് കണ്ടുവരുന്ന കോമൺ ടൈപ്സുകൾ ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICUകൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ CICU. ഈ ഒരു സെക്ഷനെ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കണം, കാരണം ഫുൾ ഫോമുകളാണ്. 9 ടൈപ്പ് ICU ഉണ്ട് പഠിക്കാനായിട്ട്. സോ ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ ഒന്നുമില്ല പഠിക്കാൻ, ജസ്റ്റ് ആ ഫുൾ ഫോം മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കും സൈഡില്. ഫുൾ ഫോമുകൾ കംപ്ലീറ്റ് അത് പഠിച്ചിരിക്കണം. ഓരോ ടൈപ്പ് ICUവിന്റെ ഫുൾ ഫോം ചിലത് നിങ്ങൾക്ക് അറിയാം, എളുപ്പം ഈസി ആയിട്ടുള്ളത് ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ലാത്ത ടൈപ്പും ഉണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്, കമ്പൽസറി ആയിട്ട് നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സെക്ഷൻ ആണ്. സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, CICU. CICU എന്ന് പറയുന്നത് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ CICUയിൽ പ്രവേശിപ്പിക്കുന്നത്. കാർഡിയാക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഹാർട്ട് സംബന്ധമായിട്ടുള്ള കേസസുകൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കാർഡിയോ വസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, CVTS നോക്കാം. CVTS എന്ന് പറയുന്നത് ഫുൾ ഫോം നോക്കിയേ, കാർഡിയോ വസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇനി കാർഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഹൃദയ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ് കാർഡിയോ. ഇനി കാർഡിയോ വസ്കുലാർ തൊറാസിക് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെയാണ് കാർഡിയോ വസ്കുലാർ തൊറാസിക് സർജറിയും നമ്മൾ. അതുപോലെ തന്നെ ഇവിടെ തൊറാസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ബൈപ്പാസ് അല്ലെങ്കിൽ അതുപോലെ വാൽവ് ശസ്ത്രക്രിയ അങ്ങനെയുള്ള കേസസുകളൊക്കെയും ഈ കാർഡിയോവസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുന്നു. ഇനി കാർഡിയാക് ഇന്റൻസീവ് ആണെങ്കിലും അവിടെയും ഏകദേശം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ തന്നെയായിരിക്കും. ഓക്കെ, മൂന്നാമതായിട്ടുള്ളത് GICU. CVTS കാർഡിയോ വസ്കുലാർ തൊറാസിക് സർജറി എന്നും കൂടി ഉണ്ടാവും കേട്ടോ. സർജറി ആണ് കേട്ടോ, കൊടുത്തിട്ടില്ല, സർജറി ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞില്ലേ ബൈപ്പാസ് സർജറി, അതുപോലെ തന്നെ നമ്മള് ബൈപ്പാസ് സർജറി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വാൽവ് ശസ്ത്രക്രിയക്ക് ഉണ്ടല്ലോ, വാൽവ് മാറ്റല് എന്നിങ്ങനെയുള്ളതാണ് കേട്ടോ. സർജറി എന്നാണ് CVTS, കാർഡിയോ വസ്കുലാർ തൊറാസിക് സർജറി. ഓക്കെ, സർജറി ഇല്ല അവിടെ അല്ലെ. ഓക്കെ, സർജറി എന്നാണ് കേട്ടോ. GICU ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും ഗ്യാസ്ട്രോ ഇന്റൻസീവ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ? നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ളത് അല്ലെ, അസിഡിറ്റി അല്ലെങ്കിൽ എന്താണ് അൾസർ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇത്തിരി സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകളൊക്കെയാണ് GICU, ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസ്. ഇനി MICU, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ കേട്ടിട്ടുണ്ട്? MICU, മെഡിക്കൽ ഇന്റൻസീവ് കെയർ. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെയാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയറിൽ വരുന്നത്. പൾമണറി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ, ശ്വാസകോശ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അഞ്ചാമത്തത് NICU. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതായിരിക്കും. NICU കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? NICU ഇതുവരെ പറഞ്ഞത് ഒന്നും കേട്ടില്ലെങ്കിലും NICU നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് NICU?
എസ്പെഷ്യലി ഫോർ ന്യൂ ബോൺ ബേബീസിനുള്ളതാണ് NICU. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അതായത് നമ്മള് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് NICU എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അതായത് നാഡീ സംബന്ധമായിട്ടുള്ള ന്യൂറോ സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് നമ്മൾ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിക്കുന്നത്. ഇനി അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് കാണും, ഈ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഷോർട്ട് ഫോം ആക്കിയാലും NICU തന്നെ അല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാകും അല്ലെ? NICU തന്നെ അല്ലേ എന്ന് ഉണ്ടോ? നിങ്ങൾ വായിച്ചപ്പോ പലർക്കും തോന്നിയിട്ടുണ്ടാകും ഉണ്ടോ? കുറച്ചേര് വായിച്ചിട്ടില്ല, ഉറങ്ങി എണീറ്റിട്ടില്ല, കുറച്ചേരം ഉറക്കത്തിലാണോ? ക്ലാസ്സിലുണ്ട് ഇവിടെ എല്ലാവരും. ഓക്കെ, അപ്പോ NICU എന്ന് പറയുന്നത് എപ്പോഴും നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, NICU എന്ന് പറയുന്നത് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിന് നമ്മൾ NICU എന്ന് പറയില്ല. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ എഴുതാത്തത്. മനസ്സിലായോ? അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയാറില്ല, ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് തന്നെയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ന്യൂറോ ഇന്റൻസീവ് കെയർ എന്ന്. അങ്ങനെ തന്നെ ഫുൾ ആയിട്ടാണ് എഴുതി വെക്കുന്നത്. ബാക്കി ഇപ്പോ MICU ആണെങ്കിലും NICU ആണെങ്കിലും അങ്ങനെയായിരിക്കും അവർ എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും ന്യൂറോ ഇന്റൻസീവിന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയാറില്ല, കാരണം NICU തന്നെയാണ് അതിന്റെ ഷോർട്ട് ഫോം വരിക. പക്ഷെ NICU എന്ന് പറയുന്നത് നിയോനേറ്റലിനെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ന്യൂറോനെ നമ്മൾ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിന് തന്നെ പറയാറുള്ളൂ, NICU എന്ന് ഒരിക്കലും പറയില്ല. ഇനി NICU എന്ന് പറയുന്നത് നിയോനേറ്റലാണ്, ന്യൂ ബോൺസിന്റെ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം, PICU, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. PICU, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ എങ്ങനെയാണ് പീഡിയാട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിയാട്രിക്സ് കുട്ടികളുടെയും അഡൾട്ട്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പീഡിയാട്രിക് യൂണിറ്റ് വരുന്നത്. SICU, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതായത് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനേക്കാ നമ്മള് SICUലേക്കാണ് അല്ലെങ്കിൽ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ടാണ് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ റെഫർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ TICU, ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കും റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. കോമൺ ടൈപ്പ് ഓഫ് ICU എന്നുള്ളത് CICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ CVTS, കാർഡിയോവസ്കുലർ thoracic സർജറി. ദെൻ GICU, ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. MICU, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NICU, neonatal intensive care unit. Then neuro intensive care unit. PICU, pediatric intensive care unit. SICU, surgical intensive care unit. Then PICU, trauma intensive care unit. ഇത് പേരുകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങളൊന്നൊരു 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. 5 times ഒന്ന് വായിക്കോ. ഈ 5 times ഞാൻ വായിക്കാൻ പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് തന്നെ മാക്സിമം ഒന്ന് പഠിച്ചെടുക്കാം. ഫുൾ ഫോം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഓരോന്നിലും ഏത് ടൈപ്പ് പേഷ്യൻസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് ഒന്ന് പഠിക്കാൻ നോക്കാം. ഒരു 5 times വായിക്കാം. ഒന്ന് മനസ്സിരുത്തി ഒന്ന് 5 times ഒന്ന് വായിച്ചു നോക്കിയേ. 9 എണ്ണമുണ്ട്. 9 എണ്ണത്തില് 8 എണ്ണമുള്ളൂ. മറ്റത് ന്യൂറോ ഇന്റൻസീവ് ആണ്. 8 എണ്ണത്തില് ഒരു 4 എണ്ണമെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. 5 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. മനസ്സിലാവും? ഓക്കെ, കുറച്ചും കൂടി 2 മിനിറ്റ് കൂടി സമയം തരാം, പഠിച്ചോളൂ.
മാക്സിമം ഒരു 5 പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഒന്ന് മൈൻഡിലോട്ട് കയറി കഴിഞ്ഞു, പഠിച്ചു. ഓക്കെ, ഇപ്പൊ എല്ലാവരും 5 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. പഠിച്ചോ? 5 പ്രാവശ്യം വായിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? പഠിച്ചെല്ലാവരും 8 എണ്ണം പഠിച്ചോ? അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചില്ലേ എല്ലാവരും? ഓക്കെ, പിന്നെ ബാക്കി പഠിക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടി ഇന്ന് തന്നെ ഒന്ന് പഠിക്കണം കേട്ടോ. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ICUന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ICUന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് ICUനെ നമ്മൾ 2 യൂണിറ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ICUനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. 2 യൂണിറ്റിന്റെയും കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരാം. ആ ഒരു സെക്ഷനിൽ ഇച്ചിരി ഒരു കുഞ്ഞു സെക്ഷൻ ആണ് അത്. ജസ്റ്റ് ഒരു 2 യൂണിറ്റുകളെ കുറിച്ച് ഒന്ന് അവർ കമ്പയർ ചെയ്ത് പറയുകയാണ്. നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് തരാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതെ പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണത്. എങ്കിലും കുഴപ്പമില്ല, നമുക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മളെ ക്ലാസിഫിക്കേഷനിലെ, അതായത് നമ്മൾ ICUനെ 2 യൂണിറ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഓപ്പൺ യൂണിറ്റ് എന്നും ക്ലോസ്ഡ് യൂണിറ്റ് എന്നും. ജസ്റ്റ് 2 യൂണിറ്റുകളാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഓപ്പൺ യൂണിറ്റ് നോക്കാം. ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വായിക്കാട്ടോ ആദ്യം. All attending physicians may admit and care for patients. Triage decisions falls on the director of ICU when there is bed or staff shortage. ഒറ്റയടിക്ക് വായിച്ചിട്ട് പറയാൻ പറ്റുമോ കേട്ടോ? അത് കാരണം ഒരേ സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഓപ്പൺ യൂണിറ്റില് all attending physicians may admit and care for patients. അതായത് ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഫിസിഷ്യൻസിന് പേഷ്യൻസിനെ അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫിസിഷ്യന്മാർക്ക് രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓപ്പൺ യൂണിറ്റില് പേഷ്യൻസിനെ ഓപ്പൺ യൂണിറ്റ് ആകുമ്പോൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ട്രയേജ് ഡിസിഷൻസ്, അതായത് എന്താണ് ട്രയേജ് ആയിട്ടുള്ള മീൻസ് അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡിസിഷൻസുകൾ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തീരുമാനങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് ബെഡ് ഓർ സ്റ്റാഫ് ഷോർട്ടേജ്. ഇപ്പൊ ICUല് ബെഡിന്റെ ഷോർട്ടേജ് ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറവുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, 2 കാര്യങ്ങളാണ് ഓപ്പൺ യൂണിറ്റിൽ പറഞ്ഞത്. എല്ലാ ഫിസിഷ്യന്മാർക്കും പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാം. ഇനി ICUല് ബെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കുറവോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡയറക്ടർ ഓഫ് ICU ഡയറക്ടർ ആയിരിക്കും. ഡയറക്ടറാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. അത്രയും ഓക്കെ ആണോ? ഇനി അടുത്തതും കൂടി പറഞ്ഞിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ്, അതായത് ഈ ഒരു ഓപ്പൺ യൂണിറ്റ് എന്നുള്ളതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പോരായ്മ എന്ന് പറയുന്നത്, these physicians might not have received specialized training for managing critically ill patients is the major drawback of this concept. അതായത് നമ്മൾ പറഞ്ഞല്ലോ എല്ലാ ഫിസിഷ്യന്മാർക്കും എല്ലാ ഡോക്ടേഴ്സിനും പേഷ്യന്റിനെ ICUലെ ഓപ്പൺ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഡോക്ടർമാർക്കും അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ ഈ എല്ലാ ഡോക്ടർമാർക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് അവർക്ക് സ്പെഷ്യലൈസ്ഡ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ഡോക്ടേഴ്സ് ആണെന്ന് നമുക്കറിയാലോ. ICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പറ്റുള്ളൂ. ഒരു ഡ്യൂട്ടി ഡോക്ടറെ നമുക്ക് ICUലുള്ള പേഷ്യൻസിനെ നോക്കാനായിട്ട് പറ്റുമോ? സാധിക്കോ? എന്നാലോചിച്ച് നോക്കി, ഒരു ഡ്യൂട്ടി ഡോക്ടർ
ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഡോക്ടർ, ആ ഒരു വ്യക്തിയെ നമുക്ക് എപ്പോഴെങ്കിലും ഐസിയുലോട്ട് നമുക്ക് ഐസിയുലുള്ള പോസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഐസിയുയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ICU ക്രിട്ടിക്കൽ ട്രെയിനിങ്ങില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ മാത്രമേ നമുക്ക് ഐസിയുയിൽ ഡ്യൂട്ടിക്ക് ഇടാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ പറയുന്നത് ഈ ഓപ്പൺ യൂണിറ്റില് എല്ലാ ഫിസിഷ്യന്മാർക്കും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ക്രിട്ടിക്കൽ പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ചിലപ്പോൾ അധികം ലഭിച്ചിട്ടില്ലാത്ത ഡോക്ടേഴ്സ് ആയിരിക്കും. സോ അവർ കൊടുക്കുന്ന പരിചരണം ചിലപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല പേഷ്യൻസിന്. ഓക്കെ, ഓപ്പൺ യൂണിറ്റിൽ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇനി ക്ലോസ്ഡ് യൂണിറ്റും കൂടി ഞാൻ പറയാം, എന്നിട്ട് നമുക്കൊന്ന് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ക്ലോസ്ഡ് യൂണിറ്റ് നോക്കാം. ക്ലോസ്ഡ് യൂണിറ്റില് the directors and or associates are accountable for admission and discharge. കണ്ടോ, ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതും ഡയറക്ടറും അതുപോലെ അസോസിയേറ്റ്സും ആയിരിക്കും. ഡയറക്ടറിന്റെ ഡയറക്ടർക്ക് കീഴിൽ വരുന്ന അസോസിയേറ്റ്സ് ഇവരായിരിക്കും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും. Once the patient is admitted, the unit team takes case by collaborating with the admitting team for efficient patient care. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ആ യൂണിറ്റിലുള്ള, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ICU എന്നുള്ള ഒരു യൂണിറ്റിലുള്ള എവറി ടീം മെമ്പേഴ്സ്, ഡോക്ടർ, മെഡിക്കൽ സ്റ്റാഫുകളും മറ്റും എന്ത് ചെയ്യുന്നു, എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുന്നു. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. ക്ലോസ്ഡ് യൂണിറ്റ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്ന്. എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? രണ്ട് കാര്യങ്ങളിൽ ഹെൽപ്ഫുൾ ആണെന്ന് നോക്കാം. മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷൻ. അതായത് പേഷ്യൻസിനെ കുറച്ചുകൂടി മോർ ടൈംലി ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് കൂടുതൽ അവർക്ക് ഒരു കെയർ കൊടുക്കുന്നു. ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളിലാണെങ്കിലും ചികിത്സയുടെ കാര്യങ്ങളിലും മറ്റും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പേഷ്യൻസിനെ കൂടുതൽ കെയർ കൊടുക്കുന്നു. Intensivists are specifically skilled in treating critically ill patients. അതുപോലെ തന്നെ ക്ലോസ്ഡ് യൂണിറ്റിൽ ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റൻസിവിസ്റ്റ് അതായത് ക്രിട്ടിക്കൽ പേഷ്യൻസിനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിനെ ചികിത്സിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി, ഡോക്ടറാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ICUയിൽ പ്രവേശിപ്പിക്കുന്ന ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ക്ലോസ്ഡ് യൂണിറ്റില് ഇന്റൻസിവിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. സോ അവർക്ക് എന്താണ്, ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള കെയർ കൊടുക്കാനും സാധിക്കുന്നു. ഓക്കെ, അപ്പോ ഓപ്പൺ യൂണിറ്റ് ആണോ ക്ലോസ്ഡ് യൂണിറ്റ് ആണോ ബെറ്റർ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് വായിച്ചപ്പോ ഏതാണ് തോന്നിയത്? ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ കുറച്ചുകൂടി ബെറ്റർ കെയറും ട്രീറ്റ്മെന്റും നമുക്ക് ലഭിക്കുന്നത്? ഏതാണ്? ക്ലോസ്ഡ് ആണ് അല്ലെ? അപ്പൊ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് പറഞ്ഞു നോക്കാം. ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. ഓപ്പൺ യൂണിറ്റില് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ഫിസിഷ്യൻസ് ആണ്. ക്ലോസ്ഡിലാണെങ്കിൽ ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും ആയിരിക്കും. ദെൻ ഓപ്പൺ യൂണിറ്റിലാണെങ്കിൽ എന്താണ്, തീരുമാനങ്ങൾ എടുക്കുന്നത് ഡയറക്ടർ ആയിരിക്കും. ക്ലോസ്ഡിലാണെങ്കിലോ അസോസിയേറ്റ്സും ഡയറക്ടേഴ്സും തന്നെയാണ്. ദെൻ ക്ലോസ്ഡ് യൂണിറ്റിലെ പേഷ്യൻസിന് കൂടുതൽ പരിചരണം കെയർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓപ്പൺ യൂണിറ്റിൽ ഒരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിസിഷ്യൻസിന് വലിയ ട്രെയിനിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ക്ലോസ്ഡിലൂടെ എത്തുമ്പോൾ അവിടെ എന്താണ്, ഇന്റൻസിവിസ്റ്റ് ഉണ്ട്. സ്പെസിഫിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റ് ക്ലോസ്ഡ് യൂണിറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യമുള്ളൂ. ഒന്ന് കമ്പാരിസൺ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാവും. ഇനി അതിനകത്തൊന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം പറയാം, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ ചിലപ്പോ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നതേ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് അത് ഏത് യൂണിറ്റ് ആണെന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഓപ്പൺ യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അതുപോലെ ക്ലോസ്ഡ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചു. അപ്പൊ അത് ഏതാണെന്ന് രണ്ടും ഒന്ന് അറിഞ്ഞു വെക്കണം. അതായത് ബൈ ഹാർട്ട് പഠിക്കാനല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല, ഇപ്പോ പഠിച്ചോ? ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രോബാക്ക് ഉണ്ട്. എന്താണ്, ഫിസിഷ്യന്മാരാണ്, അവർക്ക് ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ക്ലോസ്ഡ് യൂണിറ്റിലാണെങ്കിൽ ഇന്റൻസിവിസ്റ്റ് ഉണ്ടാവും, നല്ലൊരു കെയറും പരിചരണങ്ങളും മറ്റും ട്രീറ്റ്മെന്റ്സ് ഒക്കെ പേഷ്യൻസിന് ലഭിക്കുന്നു.
സോ ചിലപ്പോൾ അവർ കുറച്ച് സിറ്റുവേഷൻസ് പോലെ തന്നിട്ട് അത് ഏത് യൂണിറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല, അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം ആ ഒരു സെക്ഷൻ. പോയിന്റ് ആയിട്ടേ അണ്ടർലൈൻ ചെയ്യാനായിട്ട് അങ്ങനെ പോയിന്റ്സ് ആയിട്ട് അങ്ങനെ അത് എടുത്ത് പറയാനില്ല. 2 യൂണിറ്റിലെ കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് പഠിച്ചു വെക്കാം. Which type of ICU attending physician? അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിറ്റുവേഷൻസ് പോലെ തരികയാണ്. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പൊ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് എടുത്തു നോക്കാം. All attending physicians may admit and care for patient. ഒരു കൊട്ടേഷൻ മാർക്കിൽ തന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം കേട്ടോ. All attending physicians may admit and care for patients. The triage decisions falls on director of ICU when there is bed or staff shortage. എന്നിട്ട് നിങ്ങളോടൊരു ഹൈഫൻ ഇട്ട് തന്നിരിക്കുകയാണ്. ഐഡന്റിഫൈ വിച്ച് യൂണിറ്റ് ഇൻ ICU. ICUയിലെ ഏത് യൂണിറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനിലെ ഓപ്പൺ യൂണിറ്റ് ഉണ്ടാവും, ക്ലോസ്ഡ് തരും, അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും യൂണിറ്റ്സുകളൊക്കെ തരും. അപ്പൊ ആ സിറ്റുവേഷൻ വായിക്കുമ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ രണ്ടും മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈ ഹാർട്ട് പഠിക്കണ്ട എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട വരും, ചില പോയിന്റ്സുകളൊക്കെ ആണെങ്കിൽ ഫുൾ ഫോം ഒക്കെ ആണെങ്കിൽ ഇത് നിങ്ങളത് മനസ്സിലാക്കി പഠിക്കാം. ഇനി ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തതുണ്ടോ? ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും അത് ഞാൻ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഒരു പ്രാവശ്യം നിങ്ങൾ ഓപ്പൺ യൂണിറ്റ് എന്താണെന്ന് വായിക്കണം, ക്ലോസ്ഡ് യൂണിറ്റ് എന്താണെന്ന് വായിച്ചു നോക്കാം. അത് ആദ്യം നിങ്ങൾ വായിക്കാം. ശേഷം നിങ്ങൾ രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് വായിക്കണം. ഓക്കെ, മനസ്സിലായോ? ആദ്യം ഓപ്പൺ യൂണിറ്റും വായിക്കണം, ക്ലോസ്ഡ് യൂണിറ്റും വായിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കൂടി വായിക്കണം. എങ്കിലും അത് മനസ്സിലാവുള്ളൂ. ആ ലാസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റിലെ ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ലാസ്റ്റ് സെന്റൻസിലെ അതായത് ക്ലോസ്ഡ് യൂണിറ്റിലെ 2 പോയിന്റ് ഉണ്ടല്ലോ, അതിലെ രണ്ടാമത്തെ പോയിന്റ് ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിച്ചൂടെ, ഡാഷ് ആർ കേട്ടോ, ഡാഷ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സ്പെസിഫിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് ചോദിക്കാം അല്ലെ. ആരാണ്? ഇന്റൻസീവ് കെയർ ഇന്റൻസീവിസ്റ്റ്. ഇനി ഇന്റൻസീവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ തന്നെയാണ്, അദ്ദേഹം ഒരു ഫിസിഷ്യൻ തന്നെയാണ്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ്സിലാണ് അദ്ദേഹം സ്പെസിഫിക് ആയിരിക്കുന്നത്. ഓക്കെ, ഫിസിഷ്യൻ തന്നെയാണ് കേട്ടോ. ICUള്ള സ്പെഷ്യൽ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് അദ്ദേഹം നോക്കുന്നത്.
അതിലാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ഓരോ ഡോക്ടേഴ്സും ഓരോ സ്പെഷ്യലൈസ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ പീഡിയാട്രിക്കിനാണെങ്കിൽ ഒരു പീഡിയാട്രിക്കിനായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ ഗ്യാസ്ട്രോ ആണെങ്കിൽ ഗ്യാസ്ട്രോ ഉണ്ടാവും. ദെൻ മറ്റേ ഇപ്പൊ ഗൈനക് വിഭാഗമാണെങ്കിൽ ഗൈനക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയിരിക്കും. ഇപ്പൊ ഓരോ വിഭാഗത്തിനും ഉള്ളത്. അതുപോലെ തന്നെ ICUലുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നോക്കുന്ന ഒരു ഫിസിഷ്യൻ ആണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഇന്റൻസിവിസ്റ്റ്? അതോ ഡൗട്ട് കമന്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തോ? ഓപ്പൺ യൂണിറ്റ് ക്ലോസ്ഡ് യൂണിറ്റ് രണ്ട് വായിച്ചിട്ട് കമ്പാരിസൺ ചെയ്ത് വായിക്കണം കേട്ടോ, എങ്കിലത് മനസ്സിലാവുള്ളൂ. വായിച്ചിട്ട് ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് കമ്പയർ ചെയ്ത് പറയാം, അപ്പോഴല്ലേ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് ICUവിലെ 2 യൂണിറ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ്. ഓപ്പൺ യൂണിറ്റ് എന്നും ക്ലോസ്ഡ് യൂണിറ്റ് എന്നും. ശ്രദ്ധിച്ചു കേൾക്കാട്ടോ എല്ലാവരും. ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും കൂടി വേണ്ടി പറയാം. കമ്പാരിസൺ ചെയ്ത് പറയട്ടെ, എങ്കിലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കമ്പയർ ചെയ്ത് പറയാം. ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ യൂണിറ്റില് പേഷ്യൻസിനെ ഫിസിഷ്യനെ അഡ്മിറ്റ് ചെയ്യാന്ന്. അവിടെയുള്ള ഫിസിഷ്യന്മാർക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം. ദെൻ ക്ലോസ്ഡ് യൂണിറ്റില് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ഡയറക്ടറും ICUവിലെ ഡയറക്ടറും ദെൻ അസോസിയേറ്റ്സ് ഡയറക്ടറിന്റെ കീഴിൽ വരുന്നവരുമാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഓപ്പണില് എന്താണ് ഫിസിഷ്യൻ ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ക്ലോസ്ഡില് ഡയറക്ടറും ദെൻ അസോസിയേറ്റ്സ് ഡയറക്ടറുമാണ്. ദെൻ ഓപ്പൺ യൂണിറ്റില് എന്താണ്, ഓപ്പൺ യൂണിറ്റില് ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നത് ഫിസിഷ്യൻ ആണ്. പക്ഷെ ഫിസിഷ്യന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടില്ലാന്ന്. അതൊരു ഡ്രോബാക്ക് ആണ് ഓപ്പണില്. ഇനി ക്ലോസ്ഡിലാണെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റില് ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്പെസിഫിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നോക്കാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്റൻസിവിസ്റ്റ്. സോ ക്ലോസ്ഡ് യൂണിറ്റിൽ ഒരു ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് യൂണിറ്റിൽ പേഷ്യൻസിനെ മോർ ടൈം കെയറും അതുപോലെ തന്നെ ഇവാലുവേഷൻ ചെയ്യാനും സാധിക്കുന്നു. ഈ ഒരു 2 പോയിന്റ് ഒന്ന് കമ്പാരിസൺ വെച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ മനസ്സിലായോ? ആ 2 പോയിന്റ് നോക്കിയാൽ മതി. ഒരുപാടൊന്നും നിങ്ങൾ പഠിക്കണ്ട, ആ ഒരു 2 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഏറ്റവും മാക്സിമം സിമ്പിൾ ആയിട്ടല്ലേ പഠിക്കാനായിട്ട് നോക്കുന്നത്. ഒരുപാട് തിയററ്റിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ് ആണ്. അതും കൂടി നമുക്കൊന്ന് എടുക്കാം, ഒരുപാട് എടുത്ത് പോകുന്നില്ല. ദെൻ സ്റ്റാഫിംഗും, അതായത് ICUവിന്റെ ഉള്ളിലെ സ്റ്റാഫുകൾ. നിങ്ങൾക്കറിയാം, ഒരു ഡോക്ടർ മാത്രം മതിയോ അല്ലെങ്കിൽ ഒരു നഴ്സ് മാത്രം മതിയോ? അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം അവർക്ക് ആവശ്യമാണ്. സോ ഒരു ICUവിന്റെ ഉള്ളിൽ വരുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന്. അതില് ഫസ്റ്റ് വൺ ICU ഇൻചാർജ്. ഇന്റൻസിവിസ്റ്റ്, ഒരു ICU ഇൻചാർജ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും. റെസിഡന്റ് ഡോക്ടർ, ഒരു സീനിയർ അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരിക്കും. ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എന്താണ്, ഒരു സീനിയർ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടറോ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU ടീം. ഒരു ICUവിലെ ടീമില്, ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാം, സെക്കൻഡ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റെസ്പിറേറ്ററി നമ്മൾ പറഞ്ഞു, ശ്വാസ സംബന്ധമായിട്ടുള്ള ശ്വാസ തടസ്സം അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പൾമണറി വിഭാഗത്തില് അല്ലെങ്കിൽ മെഡിസിനിൽ തന്നെ പൾമണറി വിഭാഗത്തില് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏകദേശം ഡോക്ടറുടെ ആ ഒരു പൊസിഷൻ പോലെ തന്നെ, അതായത് ഇങ്ങനെ ഒരു പൾമണറി വിഭാഗത്തില് ഡിഗ്രി എടുത്തവരോ അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സുകൾ തന്നെയാണ് എന്ത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഏകദേശം ആ ഡോക്ടേഴ്സിന്റെ പോലെ തന്നെ പരിചരണം കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇത് അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ്. അവർ അതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് അവർക്കുണ്ട്. നോളജ് മാത്രമല്ല, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. പൾമണറി വിഭാഗത്തിൽ, റെസ്പിറേറ്ററി വിഭാഗത്തിൽ അവര് ഡിഗ്രി എടുത്തവരോ അല്ലെങ്കിൽ അതുപോലെ PG ഒക്കെ എടുത്തവരായിരിക്കും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ICU ടീമില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ, ഇന്റൻസിവിസ്റ്റ്, മെഡിക്കൽ സ്റ്റാഫ്, ഒരുപാട് പേഴ്സൺസ് ഉണ്ട് ഒരു ICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് ഒരു ഭാഗമാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ രണ്ടാമത്തെ പോയിന്റ്. നഴ്സിംഗ് സ്റ്റാഫിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഹൈലി ട്രെയിൻഡ് ആൻഡ് എബവ് ആവറേജ് കോമ്പിറ്റൻസ്. നഴ്സിംഗ് സ്റ്റാഫുകൾ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ളവരും എബവ് ആവറേജ് നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ ആവറേജ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെക്കമെൻഡഡ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, അതായത് പേഷ്യന്റും നഴ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:1 or 1:2. അതായത് ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നഴ്സ് എന്നതായിരിക്കണം ഒരു റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു ബെഡിൽ ഒരു പേഷ്യന്റ്, അപ്പൊ ആ പേഷ്യന്റിനെ കെയർ ചെയ്യാനായിട്ട് ഒരു നഴ്സ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ 2 പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഈ 2 പേഷ്യന്റിനെയും കൂടി കെയർ ചെയ്യാനായിട്ട് ഒരു നഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓക്സിലറി പേഴ്സണൽസ്, അതായത് അനുബന്ധ മറ്റു സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന്. ICU ടെക്നീഷ്യൻസ്, അതായത് നമുക്കറിയാം ICU ഒത്തിരി മെഷീൻസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. സോ അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ടെക്നീഷ്യന്മാര്. നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസിന്റെ അസിസ്റ്റന്റ്, OP-ലൊക്കെ ഉണ്ടാവുമല്ലോ നഴ്സിംഗ് അസിസ്റ്റൻസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ്, അങ്ങനെയുള്ളവര്. സ്വീപ്പേഴ്സും ICUവിലെ ക്ലീനിങ് സ്റ്റാഫുകൾ. ഇത്രയും പേര് ചേർന്ന ഒരു ടീം തന്നെയാണ് ICUവിന്റെ ഉള്ളിലുള്ളത്. മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ടാകും, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, ടെക്നീഷ്യന്മാര്, സ്വീപ്പേഴ്സ്, നഴ്സിംഗ് എയ്ഡ്സ്. ഇത്രയും പേര് ചേർന്നതാണ് ഒരു ICU യൂണിറ്റിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. 1-2 സ്റ്റാഫുകളായിരിക്കില്ല ICUവിലുള്ളത്. ഇത്രയും സ്റ്റാഫുകളാണ് ICUവിൽ ഉള്ളത്. ഇത് വായിച്ചു നോക്കി സ്റ്റാഫിങ്. റേഷ്യോ അങ്ങനെ അധികം റേഷ്യോ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇമ്പോർട്ടൻസ് അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ട. ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ്, 2 പേഷ്യന്റിന് ഒരു നേഴ്സ് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോളൂ. പഠിച്ചെന്ന് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റേഷ്യോ എന്ന് പറയുന്നത്. അയച്ചില്ലേ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് രജിസ്ട്രാർ ഇൻ ICU. അടുത്തൊരു സെക്ഷൻ ആണ് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് നമുക്ക് ഇന്ന് എടുത്തത് ICU എന്നൊരു ചാപ്റ്റർ ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ എന്താണ് ICU എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ആരൊക്കെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്, അപ്പൊ ആ പോയിന്റ്സുകൾ പഠിക്കുക. ദെൻ കോമൺ ടൈപ്പ് ഓഫ് ICU നമ്മൾ ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് പഠിക്കാത്തവരാണെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അത് എന്തായാലും ഷുവർ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മൾ ICUവിലെ 2 യൂണിറ്റുകളെ കുറിച്ചാണ് പഠിച്ചത്. ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ്. ലാസ്റ്റ് വൺ ICUവിൽ വരുന്ന സ്റ്റാഫിങ്സ്. ഓക്കെ, എത്രത്തോളം സ്റ്റാഫുകളാണ് ഒരു ICUവിൽ വർക്ക് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. മാക്സിമം പറ്റുന്നവരിന്ന് തന്നെ എടുത്ത് അത്രയും ഒന്ന് വായിച്ചു നോക്കുക. പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എടുത്തത്രയും ക്ലിയർ ആണ് എല്ലാവർക്കും. പുതിയൊരു ചാപ്റ്റർ എടുത്തു ICU. ബോറുണ്ടായിരുന്നോ ചാപ്റ്റർ? വലിയ ബോറിംഗ് ഒന്നും ഇല്ല.
പിന്നെ എന്താണ് കുറച്ച് ചില ഭാഗങ്ങള് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിലും നമ്മളത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് കൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഓക്കെ ആണോ? കംഫോർട്ടാണോ എല്ലാവരും? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.